യെസ്, സ്റ്റാർട്ട് നൗ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാൻവ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, അതുപോലെ തന്നെ യൂട്യൂബ്, വാട്സപ്പിലേക്ക് കൊണ്ട് റീൽസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഐ മീൻ സ്റ്റാറ്റസ് ആയിക്കോട്ടെ, സ്റ്റോറി, എനിത്തിങ് നമുക്ക് ഈ ഒരു ക്യാൻവ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് വളരെ അനായാസം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ ഓൾറെഡി മൊബൈലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെറിയ ചെറിയ ആനിമേഷൻ വീഡിയോസ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. അതായത് ഒരു ടെക്കി അല്ലാത്ത ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ നല്ലൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾക്കും വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ക്യാൻവ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാൻവ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൻസ്റ്റയിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഉണ്ട്, വീഡിയോ ഉണ്ട്, അതുപോലെ തന്നെ മൊബൈൽ വീഡിയോ ഉണ്ട് അല്ലെ. നമുക്ക് ആദ്യം മൊബൈൽ വീഡിയോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് റൈറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്ത് വരും. അത് മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ടെംപ്ലേറ്റ് ഉപയോഗിച്ചിട്ടും ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റം വീഡിയോസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ പണ്ടത്തെ അപേക്ഷിച്ചിട്ട് ക്യാൻവ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിൽ AI സപ്പോർട്ട് ഉണ്ട്, റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ ഫങ്ഷൻസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് ഇപ്പോൾ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് ക്യാൻവ ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റ് നമുക്ക് വേണ്ട വീഡിയോസ് ഒക്കെ അതും നമുക്ക് എഡിറ്റ് ചെയ്യുന്നത് നോർമൽ രീതിയിലല്ല, നമുക്ക് വളരെ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് എഫക്റ്റുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിൽ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, എന്ത് മനോഹരമാണല്ലേ. ഓൾറെഡി ഈ ഒരു ക്യാൻവയിൽ ഡിസൈൻ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ വീഡിയോസ് നിങ്ങളൊന്ന് കണ്ടു നോക്കും. വളരെ സിമ്പിൾ ആണ്, പക്ഷെ നല്ല നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട് അല്ലെ. യെസ്, അപ്പൊ നമുക്ക് ഇതിൽ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് രീതിയിലാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. ഒന്ന്, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെംപ്ലേറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. രണ്ട്, നമ്മുടെ കയ്യിൽ മൊബൈലിൽ ഷൂട്ട് ചെയ്ത വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ടെംപ്ലേറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റും നോക്കാം അല്ലെ വീഡിയോ. യെസ്, ഇപ്പൊ നിങ്ങൾ പോസ്റ്റ് എഡിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും ഏകദേശം ഫ്രെയിം എല്ലാം ഒരുപോലെ തന്നെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൂളൊക്കെ കണ്ടില്ലേ, ഇത് തന്നെയാണ്. ഇതിൽ നമുക്ക് വ്യത്യാസം എന്താ വെച്ചാൽ റീൽ സൈസിലായിരിക്കും, അതുപോലെ തന്നെ വീഡിയോ കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഇതിൽ ഒരു സ്റ്റോക്ക് വീഡിയോ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, ട്രാവൽ റിലേറ്റഡ് ആണ് അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി, ലക്ഷറി ട്രെയിൻ ജേണി ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ട്രെയിൻ പോകുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ഇതിലുണ്ട്. അപ്പോ ഇതുപോലുള്ള വീഡിയോസ് നമുക്ക് നിറയെ ഇതിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് വേണ്ട രീതിയിൽ നിങ്ങൾ ട്രാവൽ ഏജൻസി ഒക്കെ റൺ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആസ് എ ഓണർ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സ്റ്റാഫിനെ വെച്ചിട്ടാണെങ്കിലൊക്കെ ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. കണ്ടല്ലേ, നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തിരിക്കുന്ന വീഡിയോ ആണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്യണം, അതിലൊരു ജസ്റ്റ് ഒരു എഫക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു ബ്ലാക്ക് കളർ എഫക്റ്റ് യൂസ് ചെയ്ത് അത് ഇവിടെ കാണാം. പിന്നെ നമുക്ക് വൈറ്റ് ആണ്, അത് ഈ ഒരു കണ്ടില്ലേ, ഈ ഒരു ഇതാണ്. അതൊക്കെ ജസ്റ്റ് നമ്മൾ കസ്റ്റം ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ഇതിൽ ടെക്സ്റ്റ്, ഈ ടെക്സ്റ്റ് ആണ് ഇവിടെ കണ്ടിട്ടുള്ളത്. ടെക്സ്റ്റ് ഇതേപോലെ നിങ്ങൾക്ക് മൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തെടുക്കാം. ഇതൊരു സെർച്ച് ബോക്സ് ആണ്, ഈ ഒരു വൈറ്റ് ആക്ച്വലി. ഓക്കെ, അത് തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഗ്രീൻ ആണുള്ളത്, നിങ്ങൾക്ക് ബ്ലൂ ആക്കണേ ബ്ലൂ ആക്കാം, വൈറ്റ് മാറ്റിയിട്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളേഴ്സ്, ഇപ്പോൾ ഓറഞ്ച് ആക്കണേ ഓറഞ്ച് ആക്കാം, നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, കളർ മാറ്റണേ കളർ മാറ്റാം. അപ്പൊ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പ്രോസസ്സാണ് നമുക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ. ഇതിൽ ഓൾറെഡി ഉള്ള വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം അല്ലെ. യെസ്, സൂപ്പർ. അപ്പോ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടേതായിട്ടുള്ള ടെക്സ്റ്റും നിങ്ങളുടെ ലോഗോസും നിങ്ങളുടെ മൊബൈൽ നമ്പറും ആഡ് ചെയ്യണമെങ്കിലോ ഈസി ആയിട്ട് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ടെക്സ്റ്റ് നിങ്ങൾക്ക് മൊബൈൽ നമ്പർ കൂടെ കൊടുക്കണമെങ്കിൽ മൊബൈൽ നമ്പർ കൊടുക്കുക, ലോഗോ കൊടുക്കണമെങ്കിൽ ലോഗോ കൊടുക്കാം. ഞാൻ അതല്ല കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള നല്ല ഫാൻസി ഫോണ്ടൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ജസ്റ്റ് ഉണ്ട്, ലോഡായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, കണ്ടല്ലേ, നിങ്ങൾക്ക് ഇത്തരം ടെക്സ്റ്റുകൾ യൂസ് ചെയ്യണമെങ്കിൽ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്, താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫോണ്ടുകൾ ഉണ്ട്, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. കമ്മിങ് സൂൺ, നമ്മുടെ ഒരു പുതിയൊരു സംഭവം വരുന്നുണ്ടെങ്കിൽ അതുപോലെ നമുക്ക് കമ്മിങ് സൂൺ ഒക്കെ കൊടുത്ത് എഴുതാം. ഞാൻ അതല്ല, നിങ്ങൾക്ക് ഈ കമ്മിങ് സൂൺ അല്ല വേറെ എന്തെങ്കിലും കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് റെഡി എന്നാണെങ്കിൽ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള വീഡിയോ ഒക്കെ എടുക്കാം. അപ്പൊ ഇത് ജസ്റ്റ് ഈ ഒരു ഇതിനും കൂടെ ജസ്റ്റ് അനിമേഷനോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അനിമേഷനിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഓക്കെ, യെസ്, ഓക്കെ. അപ്പൊ ഇതുപോലെ സിംപ്ലി നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തെടുക്കാം, ഇങ്ങനെ വലിയ എഫേർട്ട് ഒന്നും ഇല്ലാതെ. ഓക്കെ, ഫൈൻ.
ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ എന്തെങ്കിലും വീഡിയോസോ ക്ലിപ്സോ അല്ലെങ്കിൽ ഫോട്ടോസോ ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഇതിൽ ജസ്റ്റ് ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയത് അപ്ലോഡ് ചെയ്യാം. സ്റ്റോക്ക് വീഡിയോസിൽ പോകണമെങ്കിൽ സ്റ്റോക്ക് വീഡിയോ, അല്ലെങ്കിൽ സ്റ്റോക്ക് ഫോട്ടോസിൽ പോകണമെങ്കിൽ ഫോട്ടോസിൽ പോയി എടുക്കാം. സ്റ്റോക്ക് ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഓൾറെഡി നമുക്ക് കുറച്ച് സ്റ്റോക്ക് ആയിട്ടുള്ള ക്യാൻവ ഫോട്ടോസ് ഉണ്ടായിരിക്കും. അത് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റും. യെസ്, നമുക്കൊരു നാച്ചുറൽ ഫോട്ടോ ആണ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിനോട് കണക്ട് ചെയ്യുന്ന ഫോട്ടോസ് നമുക്ക് നോക്കാം. ഓക്കെ, റീസെന്റ് യൂസ്ഡ്, മാജിക് റെക്കമെൻഡേഷൻ, അതുപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് പിക്ചേഴ്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണെങ്കിൽ മാത്രം എടുത്താൽ മതിട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് എടുക്കാം. ഏത് ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ മ്യൂസിക് വേണം അല്ലെ, മ്യൂസിക് നിങ്ങൾക്ക് ഇവിടെ പോയി എടുക്കാം. ഇനി അതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ സ്വന്തം നിങ്ങളുടെ തന്നെ ലാപ്പിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മ്യൂസിക് ഉണ്ടെങ്കിൽ അപ്ലോഡ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് വോയിസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, വോയിസിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, കടല് ഓഡിയോയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് എടുക്കാം. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ ഞാൻ ഇതിന് മുന്നേ ജസ്റ്റ് ഓഡിയോ ഒക്കെ ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എടുത്ത് കാണിച്ചിടാം. ഓക്കെ, അപ്പൊ ഞാനൊരു ജസ്റ്റ് ഒരു വോയിസ് ഇവിടെ ഓഡിയോ കൊടുത്തിട്ടുണ്ട്. യെസ്, അപ്പൊ ഇത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം അല്ലെ. ഓൾമോസ്റ്റ് നമ്മൾ ടെംപ്ലേറ്റ് വെച്ചിട്ട് ചെയ്തു. ഓക്കെ, ചെറിയൊരു ക്ലിപ്പാണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുക്കാം. അപ്പൊ ഇങ്ങനെ വോയിസ് എടുക്കാൻ പറ്റും, വീഡിയോ എടുക്കാൻ പറ്റും, ഇമേജുകൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഇവിടെ പോയി കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ പറഞ്ഞു ടെക്സ്റ്റ് എടുക്കാം. ചെറിയ ചെറിയ ഷേപ്പുകൾ വേണമെന്നുണ്ടെങ്കിൽ സ്ക്വയറോ ഏത് ടൈപ്പ് ഷേപ്പ് എടുക്കാം, ഫ്രെയിം എടുക്കാം. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് പോലുള്ള സംഭവങ്ങൾ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് എടുത്തിട്ട് അനിമേറ്റ് ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള വീഡിയോ ആക്കാം. അപ്പൊ ഇത് ഞാൻ ഒരു ഓപ്ഷനാണ് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് മാനുവലി നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എങ്ങനെ ചെയ്യാൻ പറ്റും, അപ്ലോഡ്സിൽ പോവാം. വീഡിയോസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെടുക്കാൻ പറ്റും, അപ്ലോഡ് ചെയ്യാൻ പറ്റും അല്ലെ. വീഡിയോസിൽ നിങ്ങൾക്ക് അപ്ലോഡ് ഫയലിൽ പോവാം, എന്നിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്തെടുക്കാനാണെങ്കിൽ ജസ്റ്റ് ഇവിടെ റെക്കോർഡ് യുവർ സെൽഫിൽ പോയി കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ സംഭവം സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഫസ്റ്റ് പ്രോസസ് എന്താണ്, ഓൾറെഡി ടെംപ്ലേറ്റ് ഉപയോഗിച്ചിട്ട് എഡിറ്റ് ചെയ്യുക. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്, നിങ്ങളുടെ കയ്യിലുള്ള വീഡിയോ ഇതിൽ അപ്ലോഡ് ഫയൽസിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഏതെങ്കിലുമൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എടുക്കാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പൊ ഞാൻ ഇതിൽ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ഇതിൽ തന്നെയാണ് ഞാൻ എഡിറ്റ് ചെയ്യാറുള്ളത്. സോ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്തെടുക്കാം. ഇത് കണ്ടില്ല, ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് എനിക്ക് വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. യെസ്, ഏകദേശം നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ എങ്ങനെയാണ് നമുക്ക് വീഡിയോസ് സിംപ്ലി എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി ജസ്റ്റ് ഒന്ന് കാണാം അല്ലെ. അതിനു മുന്നേ നമുക്ക് ഇപ്പോ ചെയ്തതെല്ലാം നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. സാധാരണ നിങ്ങൾക്ക് എങ്ങനെയാണോ ഏത് ടൈപ്പ് ആണോ നിങ്ങൾക്ക് വേണ്ട വെച്ചാൽ അത് നിങ്ങൾക്ക് എടുത്ത് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് പുതിയൊരു ടെംപ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് വേറൊരു വീഡിയോ നോക്കിയാലോ. ഫുഡ് റിലേറ്റഡ് നോക്കാം അല്ലെ. നിങ്ങൾക്ക് ഫുഡ്, എഡ്യൂക്കേഷൻ, ഇങ്ങനെ ഏത് വേണമെങ്കിലും നോക്കാം. യെസ്, ഇപ്പോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റുകളും വീഡിയോസ് ഒക്കെ ഇവിടെ ഓൾറെഡി ഉണ്ട്. സോ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ എല്ലാം ഇവിടെ കറക്റ്റ് സ്ട്രക്ചർ ആയിട്ട് കാണുന്നുണ്ട്. നമുക്ക് ഇനി അതിൽ വേണ്ട മാറ്റങ്ങളും ആഡിങ്സും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഓരോരോ ടെക്സ്റ്റുകളാണ്. ഞാൻ മൂവ് ചെയ്യുമ്പോൾ അതിൽ മാറുന്ന കണ്ടില്ലേ. യെസ്, ഇതാണ് വീഡിയോ. അതുപോലെ ഓരോ ഇമേജുകൾ ആഡ് ചെയ്തിട്ടുണ്ട്, ഫുഡിന്റെ പിക്ചർ ഉണ്ട്. അതുപോലെ തന്നെ ഓരോന്നും നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടതൊക്കെ ഇതുപോലെ ഒറ്റ ഫ്രെയിമിലാണ് വേണ്ടതെങ്കിൽ ഇതുപോലെ എന്ത് ചെയ്യാം, ഒറ്റ ഫ്രെയിമിൽ മുകളിലേക്കായിട്ട് ഇതുപോലെ എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോ നമുക്കിത് ഇപ്പൊ ഏകദേശം ഒരു 5 സെക്കൻഡ് വീഡിയോ ആണ് ഇത് വരുന്നത് അല്ലെ. നമുക്കിത് കുറച്ച് വലുതാക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ മൂവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് 6 സെക്കൻഡ് ആയി.
ഇനിയും നമുക്ക് മൂവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏകദേശം 7 സെക്കൻഡ് ആയി. ഇങ്ങനെയാണ് നമുക്ക് വീഡിയോസിന്റെ ലെങ്ത് കൂട്ടുന്നത്. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞു മ്യൂസിക്കും എല്ലാം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിലിപ്പോ ജസ്റ്റ് ഈ ടെക്സ്റ്റ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും, ഇത് മൂവ് ചെയ്യാം, ഇത് ഈ ഇമേജ് പോലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലെ. അതുപോലെ ഇതിലിവിടെ ഉള്ള ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഇതുപോലെ പ്ലേസ് ചെയ്യുന്നതാണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. നമുക്കിത് ഈസി ആയിട്ട് നമുക്ക് ഏത് രീതിയിലേക്ക് വേണമെങ്കിലും ഇതുപോലെ എടുക്കാം. ഓർഡറിനാവും ഇവിടെ നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുക്കാം, അല്ലെ വാട്സപ്പിന്റെ നമ്പർ കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് ഈ ഡിഷ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഡിഷ് മാറ്റാം, പ്രശ്നമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് ഇതിലുള്ള ഒരു ഡിഷിന്റെ ഈ ഒരു പിക്ചറാണ് ഇതിലേക്ക് വരേണ്ട, അതും ചെയ്യാം. നിങ്ങൾക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും ഇതിലേക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് കണ്ടില്ലേ, ഇതുപോലെ നിങ്ങൾക്ക് ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലേക്ക് ഈ വീഡിയോ എടുക്കാം. ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കിയാലോ. യെസ്, ഓക്കെ. കണ്ടില്ലേ പ്ലേ ചെയ്യുമ്പോൾ എങ്ങനെയാന്നുള്ളത്, സ്മോക്ക് പോകുന്നുണ്ട്, ആ ഒരു ചെറിയൊരു ഫുഡിന്റെ പ്ലേറ്റിന്റെ ചുറ്റും അത് റൗണ്ട് ചെയ്യുന്നുണ്ട് അല്ലെ. നല്ല രസമുണ്ട്. നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് വേണ്ടതൊക്കെ തന്നെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഡിലീഷ്യസ് നൂഡിൽസിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ കേരള നൂഡിൽസ് അങ്ങനെ എന്തിനാക്കണമെങ്കിൽ സിംപ്ലി നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു കണ്ടന്റ് ആക്കാം. ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓറഞ്ചിന് പകരം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പച്ചയാണ് കണ്ടുവെച്ചാൽ പച്ചയാക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. സിംപ്ലി നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഓക്കെയാണ്, ഫൈനലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷെയറിൽ പോവാം. ഷെയറിൽ പോയിട്ട് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് MP4 എന്നിട്ട് ജസ്റ്റ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ആയി കാണും. ആക്ച്വലി ഈ ക്യാൻവ എന്ന് പറയുന്നത് നിങ്ങളുടെ മൊബൈലിലും ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, മൊബൈൽ എന്ന് പറയുമ്പോൾ കുറച്ച് കൺജസ്റ്റഡ് ആയിരിക്കും. ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വൈഡ് ആയിട്ട് എല്ലാം കാണാൻ പറ്റുന്നില്ല. പക്ഷേ മൊബൈലിൽ നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റില്ല, ഇത്രയും ഡിസൈൻസ് ഒന്നും ഒരുമിച്ച് കാണാൻ പറ്റില്ല, ഈ ടൂൾസ് കാണാൻ പറ്റില്ല, അത് എഡിറ്റ് ചെയ്യുന്നതൊന്നും കറക്റ്റ് ആവണമെന്നില്ല, കുറച്ച് കൺജസ്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ പഠിച്ചല്ലോ അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ഇന്ന് തന്നെ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യുക, യൂട്യൂബ് ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ലെസണിലൂടെ വീണ്ടും കാണാം. അതിൽ നമുക്ക് കുറച്ചുകൂടെ ക്യാൻവയിൽ വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.